എന്തായാലും വിദ്യാർത്ഥിയുടെ മരണത്തിൽ കനത്ത പ്രതിഷേധം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി. ശേഷം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദേശത്തുള്ള മാതാവ് തിരിച്ചെത്തിയ ശേഷമാകും സംസ്കാര ചടങ്ങുകളൊക്കെ ഉണ്ടാവുക. സുജിത് സുരേന്ദ്രൻ സ്കൂളിൽ നിന്ന് ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. സുജിത്ത്, വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഏറെ ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് അവിടെ നിന്നും വന്നത്. ആ സ്കൂളിൽ ഇപ്പോഴും അവിടെ നിന്ന് പുറത്ത് വലിയ പ്രതിഷേധമൊക്കെ പല കോണുകളിൽ നിന്നായി ഉയർന്നു വരുന്നുണ്ട്. സ്കൂൾ മാനേജ്മെന്റും KSEBയും ഒക്കെ തന്നെ അവർക്ക് തങ്ങളുടെ ഭാഗത്ത് കുറ്റങ്ങളില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു. പക്ഷേ എന്താണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചാൽ വർഷങ്ങളായി തന്നെ ആ രീതിയിൽ വൈദ്യുതി ലൈൻ അപകടാവസ്ഥയിൽ അവിടെ താഴ്ന്നു കിടക്കുന്നുണ്ട് ആ കെട്ടിടത്തിന് മുകളിൽ എന്നുള്ളതാണ്. നമ്മളവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഒപ്പം തന്നെ ഇപ്പോൾ അവിടെ നാട്ടുകാരും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? സുജിത്ത്. അശ്വിൻ പാലാഴി ഇപ്പോൾ സ്കൂളിന് മുന്നിൽ നിന്നും ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, അവിടെ വലിയ പ്രതിഷേധമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ AISFന്റെയും ഒപ്പം AYFന്റെയും ഒരു പ്രതിഷേധ പ്രകടനം സ്കൂളിലെത്തി. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ യോഗം നടക്കുകയാണ്. നേരത്തെ ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ പ്രതിഷേധങ്ങളുടെ വലിയൊരു കടലിരമ്പം ഈ സ്കൂളിന് മുന്നിലേക്കുണ്ടായിരുന്നു. SFI അടക്കം ഈ ഭരണാനുകൂല സംഘടനകൾ പോലും ഈ സ്കൂളിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയും അധികാരികളുടെ വീഴ്ചയ്ക്കെതിരെ പരസ്യമായി പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തു. BJP വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വെച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ച് സ്കൂളിന് മുന്നിൽ കോലം കത്തിച്ചുള്ള അതിരൂക്ഷ പ്രതിഷേധം. എന്തായാലും ഈ ഇന്നുകൊണ്ട് പ്രതിഷേധം തീരുന്നതല്ല. ഇപ്പോഴും ഇനി വൈകിയും വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഇവിടേക്ക് വരാനുണ്ട്. നാളെ വിദ്യാഭ്യാസ ബന്ദ് സംസ്ഥാന വ്യാപകമായി KSU പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം കൊല്ലം ജില്ലയിൽ ABVPയുടെ വിദ്യാഭ്യാസ ബന്ധുണ്ട്. അങ്ങനെ പ്രതിഷേധങ്ങൾ പല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു ഇടതുപക്ഷ സഖ്യം മാനേജ്മെന്റ് നിയന്ത്രിക്കുന്ന സ്കൂളാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രതിഷേധവുമായി സ്കൂൾ മാനേജ്മെന്റിനെതിരെ പരസ്യമായി തന്നെ രംഗത്തെത്തുന്നുമുണ്ട്. ന്യായീകരണത്തിന്റെ പല ടോണുകൾ പല ഭാഗത്തു നിന്ന് പല രീതികളിൽ ഈ പ്രശ്നത്തെ ന്യായീകരിക്കാനായി ഉയരുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം പൊതുജനം തള്ളിക്കളയുന്ന ഒരു കാഴ്ച നമുക്ക് സ്കൂളിന് മുന്നിൽ നിന്ന് കാണാനാവുന്നുണ്ട്. എന്തായാലും ഈ ന്യായീകരണങ്ങളൊന്നും നിലനിൽക്കില്ല എന്നുള്ള മറ്റൊരു വസ്തുത ഈ ദൃശ്യങ്ങൾ CCTVയുടെ ദൃശ്യങ്ങളൊപ്പം ഈ നാട്ടുകാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതികരണങ്ങളൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പ്രജിൻ, എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് സ്കൂളിന് മുന്നിൽ. യെസ്, അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അവിടെ ഇപ്പോഴും വലിയ പ്രതിഷേധം ഇപ്പോഴുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റോട് റിപ്പോർട്ട് പ്രകാരം KSEBയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എന്തായാലും നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ വൈദ്യുതി മന്ത്രിയും ഒക്കെ നൽകുമ്പോഴും എന്തുകൊണ്ട് ഇത്രയും നാൾ ആ അനാസ്ഥ അതവിടെ അതുപോലെ തുടർന്നു എന്നുള്ളതിൽ ആരും ഒരു കൃത്യമായ ഉത്തരം നൽകുന്നുമില്ല. സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകൾ ആരുടെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ഒരു കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്.